ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണിത് ഇവളുമാർ രണ്ടുപേരും വീട്ടിലോട്ട് വന്നേക്കുന്നത്. അതായത് വരും, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്നത് കുറേ നാൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് എടുത്ത് കളയാം, ഒരു മെമ്മറി ആയിക്കോട്ടെ നമുക്ക്. അങ്ങനെ രാവിലെ തന്നെ അവളുമാർ വന്നു. ബേബിനെ കാണാനായിട്ടാണ് മെയിനായിട്ട് ഇപ്പോൾ ഇവളുമാർ വന്നുകൊണ്ടിരിക്കുന്നത്. വരിക, അവനുമായിട്ട് കളിക്കുക, അതാണ് ഇപ്പോഴത്തെ മെയിൻ കലാപരിപാടി. പിന്നെ അമ്മ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് റംബുട്ടാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിരിക്കുമായിരുന്നു ഞങ്ങൾ. വാവയെ ഉറക്കാൻ പോവാണ് ഗൈസ്. നമുക്ക് വാവേനെ ഉറക്കിയിട്ട് എന്തെങ്കിലും റീൽസ് എടുത്താലോ? നമുക്ക് എന്തെങ്കിലും റീൽസ് എടുത്താലോ? എന്തെടുക്കും നോക്ക്. ഇതെടുത്താലോ? നമുക്ക് റീൽ എടുക്കാൻ പോവാം. ഹായ് ഗൈസ് പറഞ്ഞു. ഇങ്ങനെ കാണിക്കേ, ഇങ്ങനെ കാണിക്കേ. ഹായ് ഗൈസ്, ഹായ് ഗൈസ്. എന്തല്ലേ ഇവർ കാണിക്കണേ? ഓ, ഈ തള്ളച്ച് എന്താ എൻ്റെ തലയിൽ വെച്ചേ? ഇവളെ കൊണ്ട് എടുത്ത് മാറ്റടി. പോണില്ലല്ലോ പണ്ടാരം. എന്നിട്ട് ഇവളെന്തീ കാണിക്കണേ കിടന്ന്? അല്ലേടാ, എൻ്റെ തലയിൽ ഒരു സാധനം എടുത്ത് വെച്ചിട്ട് എടുത്താൽ പൊങ്ങുന്നുമില്ല. എന്നിട്ട് അവൾ അവിടെ കിടന്ന് തുള്ളുന്നു. എടുത്തോണ്ട് പോടി നിന്റെ സാധനം. കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എൻ്റെ പരാതികളായിരിക്കും രണ്ടുപേരടുത്തും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പിന്നെ ഞങ്ങൾ പറയുന്നത് പാലൊക്കെ കുടിച്ചത് എനർജിയിൽ കുറച്ച് പറഞ്ഞു, ബാക്കി പിന്നെന്ന്. റീൽസ് എടുക്കാൻ വേണ്ടി മുടി ചീകുന്ന അരുണിമ, കുഞ്ഞിനെ കളിപ്പിക്കുന്ന ആര്യ. അമ്മ മുട്ട ബിരിയാണി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നോക്കാം. മസാലയൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഗൈസ്. റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുവാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണേ. ഇന്ന് എന്തോ സ്പെഷ്യൽ എന്നറിയാവോ? മെമ്മറീസ് ഉള്ള സാധനം. ഒരുപാട് മെമ്മറീസ് ഉള്ള സാധനം. എന്താണ് മെമ്മറീസ്, പറയൂ. സ്കൂൾ ടൈം ദേവിക സ്ഥിരം മുട്ട ബിരിയാണി കൊണ്ടുവരും. ദേവികയുടെ അടുത്താണ് ഞാൻ ആദ്യമായിട്ട് മുട്ട ബിരിയാണി എന്ന് പറയുന്നൊരു സാധനം കഴിക്കുന്നത്. സൂപ്പറാണ് ഗൈസ്. എനിക്ക് എന്നാണ് ഫസ്റ്റ് എടുക്കുന്നത്? സ്വാഭാവികം. ഇട്ടേരെ. അതിനകത്തൊന്നും ഇല്ലടി, തുറന്നു നോക്കണ്ട. തീർന്ന് ഉണ്ട് ഗൈസ്. കരിഞ്ഞു പോയതാന്ന് തോന്നുന്നു. അതിനകത്ത് തിന്നു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറ.
വലിയ അരിയ ഞാൻ കൊണ്ടൊരു ചെറിയ അരിയാണ്. ചെറിയ അറിയാം. ഞാൻ ഈ ഇടയ്ക്കാണ് വിളിച്ചതിനകത്തൊരു ഫിൽറ്റർ നല്ല എങ്ങനെയുണ്ട്? ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞത് ആരും അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നതായിരിക്കും. ഇൻസ്റ്റഗ്രാമിലും ഞങ്ങൾ രണ്ടുപേരുടെ യൂട്യൂബ് ചാനൽ ഇടുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചാലഞ്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എടുക്കാനുള്ള പ്രിപ്പറേഷൻസാണ് നിങ്ങൾ കാണുന്നത്. അരുണമത അതെടുക്കാനുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോൺ ഫെൽ ദ ഗ്ലാസ് ചാലഞ്ച് എന്ന് പറഞ്ഞൊരു ചാലഞ്ച് ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. ഞങ്ങൾ യൂട്യൂബിൽ അത് ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി കണ്ടുനോക്കുക. ഷോർട്സ് ആയിട്ട് ഇട്ടേക്കാണ്. അതിനുശേഷം എന്താ ഈ ചാലഞ്ച് ചെയ്താൽ എന്തായാലും പണിഷ്മെൻറ്റ് വേണമല്ലോ. അങ്ങനെ പണിഷ്മെൻറ്റ് തപ്പി ഞങ്ങൾ അടുക്കളയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. ഛർദിക്കും വേണ്ട, കുറച്ച് കട്ട് ചെയ്ത് വെക്കാം. എന്നാലും സർപ്രൈസ് ആയിട്ടെ കുഴപ്പമില്ല. നമുക്ക് അതിനോണ്ട് അവർക്ക് സർപ്രൈസ് കൊടുക്കാം. ഞാൻ മാറ്റിയത് മുട്ടായിയാണെന്നാണ് ഗൈസ് അവൾ കരുതുന്നത്. പക്ഷെ നമ്മൾ മാറ്റിയത് ഈ സാധനമാണ്. അതവക്കറിയില്ല. ഇനി വാ പോയി അവിടെ അത് കറക്റ്റാണോ? പോ നോക്കണം. തപ്പുവാ എന്നാ അവിടെ എന്നോ നീ അവിടെ കുറ്റെടുത്തില്ലേ? അത് ഫ്രിഡ്ജ് ഇരുന്നതിന്റെ അടി മണ്ടി കട്ടിയായിട്ട് ഇങ്ങനെ കാണിച്ചു. ഇന്നത്തേക്കുള്ളതായി. റിവ്യൂ പറ മുട്ടായിട. പല്ല് പോവോ? കൊള്ളത്തില്ല. നീലപ്പില യൂട്യൂബർ ആര്യസ് ബാബു മുട്ടായി ചവയ്ക്കുന്നത് കണ്ടോ? നിങ്ങൾ കണ്ടോ? ആര്യയ്ക്ക് സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ പാവയ്ക്ക കാണിച്ചത്. അവസാനം അത് കഴിക്കുന്നത് അതാന്നും കൂടെ നിങ്ങൾ കണ്ടോണേ. ഈ ചലഞ്ച് ദേവികയുടെ ചാനലിൽ വരുന്നതായിരിക്കും ഗൈസ്. എന്റെ ചാനലിലുണ്ട്. ഇതാണ് ഗൈസ് ചലഞ്ച്. ഫിൽ ചെയ്തിട്ട് പണിഷ്മെന്റ് നമ്മൾ വെള്ളം ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് ആരുടെ വെള്ളമാണ് തുളുമ്പി പോണത് അവരാണ് ദാണ്ട് ഈ ഒരു സാധനം തിന്നേണ്ടത്. ദേവികയുടെ ഐഡിയ ആണ്. പാവയ്ക്ക വെക്കാം. ആര്യ ഗെയിമിൽ ആര്യാണ് താഴെ ഇട്ടിരിക്കുന്നത്. ആര്യ പാവയ്ക്ക തിന്നുവാണ്. അങ്ങനെ ചാലഞ്ചൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും പഴംപൊരി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. വാഴക്കപ്പം തിന്ന് കൊച്ചിനെ കൊതിപ്പിക്കുന്ന രണ്ടുപേര്, എസ്പെഷ്യലി ഇവള് കൊച്ചു നോക്കിയിരിക്കണം. കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ ഡീറ്റെയിൽ. പക്ഷെ എന്നാലും എനിക്ക് അതിലേക്ക് അത് ഫുൾ പോയി. റിലേ പോയി.
ഓഫർ ലെറ്റർ കിട്ടാതെ തന്നെ ഫ്രസ്ട്രേഷനിൽ ഇരിക്കുവാണ് ഇതാ ഈ കുട്ടി. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവാണ്. ഇവരെ ഇറങ്ങും. യൂട്യൂബ് ചാനൽ തുടങ്ങും. ഇനി അതേ ഉള്ള അവസാന മാർഗം. ഇത് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഫോട്ടോ ആണ്. അതെ, ഒരുപാട് വർഷമായി. ഞങ്ങൾ ആരും കാണാതെ ഒളിച്ചു പോയി സ്റ്റുഡിയോയിൽ എടുത്ത ഫോട്ടോ. അതെ, വീട്ടുകാരൊന്നും അറിയാണ്ട് പോയി എടുത്ത ഫോട്ടോ ദേവികയുടെ അമ്മ എടുത്തിട്ട് ഭയങ്കര മെമ്മറി ഉള്ള ഫോട്ടോയാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിയിരിക്കും അതിനകത്തോട്ട്. ഇപ്പൊ ഭയങ്കര ഇഷ്ടമാ. അവള് മേടിച്ചില്ല, ഫോട്ടോ കൊള്ളത്തില്ലെന്നും പറഞ്ഞു. അപ്പം നമ്മൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവരുടെ വീട്ടിലോട്ട് പോവാണ്. അപ്പം ഇനി എന്നാണ് ഇവരൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല. അപ്പം ഞങ്ങൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ബൈ ഗൈസ്.